നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ കന്നുകാലികളെ കടത്താൻ അനുവദിക്കാതെ ഹിന്ദുമുന്നണി പ്രവർത്തകർ. അതിർത്തിയിലെ സംരക്ഷണവും സംഘപരിവാർ ശക്തികൾ ഏറ്റെടുത്തു. ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കന്നുകാലികളെ തമിഴ്നാട് അതിർത്തിയിൽ തടയുന്നു. സംഘപരിവാർ അനുകൂലികളാണ് പൊള്ളാച്ചിക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞ് കന്നുകാലികളെ ഗോശാലകളിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇന്നലെ രാത്രിയിൽ ആണ് സംഭവമുണ്ടായത്. ഇത് തുടരുമെന്ന് വിചാരിച്ച് കന്നുകാലികൾ വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ആശങ്കപ്പെട്ടിരിക്കുകയാണ് കന്നുകാലി വ്യാപാരികൾ. ഈ വിഷയം ആണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ എ സമ്പത്ത് MP, ഡീൻ കുര്യാക്കോസ്, BJP നേതാവും ലൈഫ് സ്റ്റോക്ക് മിഷൻ ജനറൽ കൗൺസിൽ അംഗവുമായ രാധാകൃഷ്ണ മേനോൻ, ഒപ്പം മീറ്റ് ഇൻഡസ്ട്രി വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MA സലീമും. ശ്രീ MA സലീം, ഇന്ന് പാലക്കാട് എന്താണ് സ്ഥിതി? ഇന്നലെ രാത്രിയിലെ സംഭവ വികാസങ്ങൾ ഇപ്പോഴും കന്നുകാലി വ്യാപാരത്തെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ടോ? ഇത് എപ്പോൾ മുതലാണ് ഈ പ്രശ്നം നിങ്ങൾ അനുഭവിച്ചു തുടങ്ങിയത്? ഇന്നലെ രാത്രി ഒരു 11 മണിയോടുകൂടിയാണ് ആദ്യത്തെ വണ്ടി അവരവിടെ തടഞ്ഞതെന്നാണ് അവരെന്നെ വിളിച്ച് വിവരം പറഞ്ഞത്. അതിനുശേഷം ഒരു 12ഓളം വണ്ടികൾ വന്നേച്ച് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി. അത് ഒരു കാരണവശാൽ ഇവർ ഗോശാലയ്ക്ക് കൊണ്ടുപോകണമെന്നാണ് ആദ്യം അവർ ഡ്രൈവറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്ന് അവരുടെ പോലീസിൻ്റെ സഹായത്തോടുകൂടിയാണ് അതിനകത്തൊരു 4 വണ്ടി പൊള്ളാച്ചി മാർക്കറ്റിൽ കൊണ്ടുപോയി തിരിച്ചിറക്കിയത്. പൊള്ളാച്ചി ചിലർ അടുത്തുള്ള പുരയിടങ്ങളിലേക്ക് ഇറക്കി, ചിലർ തിരിച്ചു കൊണ്ടുപോയി. അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് ഈ വിവരങ്ങൾ പാസ് ചെയ്തുകൊണ്ട് പല വണ്ടികളും വന്ന സ്ഥലങ്ങളിൽ പലയിടത്തും പിടിച്ചിട്ടു. ഈ സംഭവം രാവിലെ വരെ ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ അറിഞ്ഞു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഞാൻ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടൊരു മെയിൽ അയച്ചിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് മെയിൽ അയച്ചു. എന്താണെങ്കിലും ഒരു 9 മണിയോടുകൂടി തന്നെ 9 മണി 10 മണിയോടുകൂടി വണ്ടികളൊക്കെ പിന്നീട് ഒരു തടസ്സങ്ങളില്ലാതെ പോകുന്നതായിട്ടാണ് വിവരം. ഈ തടസ്സങ്ങളും ഭയങ്ങളും ഞങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. ഗോശാലയിൽ പോകുന്ന മാടുകളൊന്നും തിരിച്ചു കിട്ടുന്നില്ല. ഇതൊരു പരാതി പറയുന്നുണ്ട്. അപ്പോൾ ഈ ചന്തയിൽ ഇത് വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച പത്രവാർത്ത വരുന്ന TV-യിൽ ന്യൂസ് വരുന്ന ആ നിമിഷം മുതലേ ജനങ്ങൾ, കാലി വ്യാപാരികൾ ഭയപ്പെട്ടത് ഈ സംഘടനകളാണ്. ആദ്യം സർക്കാരിൻ്റെ നിയമം, രണ്ടാമതാണ് ഈ നിയമം എടുത്ത് അഴിഞ്ഞാടുന്നത് ഒരു വിഭാഗം, അവരെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം ഇതിനെക്കുറിച്ച് കഴിഞ്ഞ 27/7/2016 പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കൊടുത്ത പരാതിയിൽ ഇതിന് ശേഷം അടുത്ത മാസം ഒരു പൊതുസംവാദത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, ഈ പകലിൽ മാടിനെ പിടിക്കുന്ന രക്ഷാപ്രവർത്തകർ രാത്രിയുടെ മറവിൽ മാടിനെ വിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. അവരെൻ്റെ നെഞ്ചിനിട്ടാണ് കത്തിയെടുത്ത് കുത്തുന്നതെന്ന് അദ്ദേഹം വളരെ വേദനയോടുകൂടി പറയുകയുണ്ടായി. പക്ഷേ ഇന്നും ആ തൽസ്ഥിതി തുടരുന്നു. പുതിയ സിസ്റ്റവും ഏതാണ്ട് കാലികളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള, കാലി വളർത്തൽ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള സിസ്റ്റമാണ്. കാരണം പരസ്പരം സഹകരിച്ചല്ലേ മാട് വന്നതിന് ശേഷം ഈ കേരളത്തിലേക്ക് കന്നുകാലികളെ കടത്തുന്ന സമയത്ത് ഈ സംഘടനാ പ്രവർത്തകർ നിങ്ങളിൽ നിന്ന് പണം വാങ്ങി കന്നുകാലികളെ കടത്തുന്നതിന് അനുവദിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 22-ാം തീയതി തിരുപ്പൂർ ജില്ലയിൽ സുൽത്താൻപേട്ട എന്ന സ്ഥലത്ത് വെച്ച് അവിടുത്തെ ഹിന്ദു മക്കൾ കക്ഷി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന യൂത്ത് വിങ്, അദ്ദേഹത്തിൻ്റെ പേര് സെന്തിൽ, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ കുറേ ആൾക്കാർ അവിടെ വരികയും 3 വണ്ടികൾ തടയുകയും രാത്രി 9 മണിയോടുകൂടി 1 ലക്ഷം രൂപ മേടിച്ചതിന് ശേഷമാണ് വണ്ടി കടത്തിവിട്ടത്. അതിനെ സംബന്ധിച്ച് പരാതി. കാരണം ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു പ്രത്യേക ഒരു റിക്വസ്റ്റിൽ അദ്ദേഹം, എനിക്ക് നേരിട്ട് അറിയിപ്പ് കിട്ടിയ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലേക്ക് മാടുകൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുമെന്നാണ് ആ ഉത്തരവിൻ്റെ സാരാംശം. ആ ഉത്തരവിൻ്റെ കോപ്പിയോടുകൂടി തമിഴ്നാട് മുഖ്യമന്ത്രിക്കും തിരുപ്പൂര് ഡിസ്ട്രിക്ട് കളക്ടർക്കോ അവരുടെ പോലീസ് സൂപ്രണ്ടിനും ഞാനൊരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അത് തപാലിലാണ് അയച്ചിരിക്കുന്നത്. അതിൻ്റെ നടപടി എവിടം വരെ എത്തിയെന്ന് അറിയത്തില്ല. ഈ സംഘടനകളുടെ ഇതുപോലെ ഓരോ ലോക്കലിലും ഇതിൻ്റെ ഭീഷണിയാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം. ശ്രീ MA സലീം, ഇപ്പോൾ ഈ രീതിയിൽ ഭീഷണികൾ തുടരുകയാണ്. കന്നുകാലി വ്യാപാരം കേരളത്തിലേക്ക് പുറത്തുനിന്ന്, അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികളെ കൊണ്ടുവരുന്നത് മുൻപുള്ളതിൽ നിന്ന് 10-1 കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം
നിങ്ങളുടെ സംഘടന തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഈ സംഘടനാ പ്രവർത്തകർ പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ സഹായം ഉണ്ടെങ്കിലും വ്യാപാരികൾ എത്രത്തോളം ധൈര്യത്തോടു കൂടി ഈ വ്യാപാരം തുടരും? ഇത് ഈ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പല രീതിയിലും സ്വന്തം പൈസ പോലുള്ള വലിയ ധനവാന്മാരല്ല. മറ്റ് പല മേഖലയിലും ഉള്ളതുപോലല്ല. ഒരു പൊതുവിജ്ഞാനങ്ങളിലേക്ക് പോലും വളരെ ശ്രദ്ധ കുറവുള്ള ഒരു വിഭാഗം ആൾക്കാരെ കന്നുകാലികളെ വളർത്തുന്നത്. അത് ഭാരതത്തിൻ്റെ ഒരു നട്ടല് തന്നെയാണ് സമ്പത്ത്. ഈ പശുക്കളുടെ കാലി സമ്പത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ക്രയവിക്രയത്തിന് തന്നെ ഉടത്തിൽ ഭാരതത്തിൻ്റെ ഒരു സമ്പദ്ഘടനയ്ക്ക് മാറ്റം ഉണ്ടാവും. പക്ഷേ അതിൽ കൊള്ളയടിക്കാൻ വേണ്ടി ഒരു കുത്തകൾക്ക് കടന്നു കയറാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ ചെറുക്കണം. ഞങ്ങളതിൽ വളരെയധികം ആശങ്കയിലാണ്. ഈ ഇതിനു മുമ്പ് ഒരു 1.5 വർഷത്തോളമായിട്ടുള്ളൂ മാടിൻ്റെ ഗോശാലക്കാർ പ്രവർത്തകരുടെ പിടുത്തം കുറഞ്ഞിരിക്കുന്നത്. അതായത് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫീസർ, ഈ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൽ അഫിലിയേഷൻ എടുത്തിട്ടുള്ള ബ്ലൂ ക്രോസ്, പീപ്പിൾ ഫോർ ആനിമൽ, ഇതുപോലത്തെയുള്ള പിന്നെ പെറ്റ ഇതുപോലുള്ള സംഘടനകളിൽ ഓണറി ബിരുദമുള്ള പദവിയുള്ള ശമ്പളമില്ലാത്ത ഒരു ഇതുണ്ടല്ലോ, ആനിമൽ വെൽഫെയർ ഓഫീസർ. അവരുടെ നേതൃത്വത്തിൽ വന്ന് പോലീസിന്റെ സഹായത്തോടെ മാടിനെ പിടിക്കും. അത് മാട് എഫ്ഐആർ എടുത്ത് ഗോശാലയ്ക്ക് പോകും. എന്തായാലും ചോദിച്ചാൽ കോടതിയെ പറഞ്ഞു വിട്ടതെന്ന് പറയും. പക്ഷേ ഈ മാടുകളെ കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ ഇപ്പോൾ കോടതിയുടെ ഉത്തരവിനെ വളരെയധികം ശ്ലാഘിക്കുന്ന പലരും സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും മാടിനെ തിരിച്ചു തന്നിട്ടില്ല. ഈ സ്ഥിതി രാജ്യത്ത് എവിടെ കൊണ്ടെത്തിക്കും? തീരെ സാധുക്കളായ ഇപ്പോൾ ഈ നിയമം ഉത്തരവ് വന്നു, അതിനുശേഷം ഇത് കേന്ദ്രത്തിന് അധികാരമുണ്ടോ എന്നുള്ള തർക്കം ഒരു ഭാഗത്ത് നിൽക്കുന്നു. കേന്ദ്രത്തിലെ മന്ത്രിമാരും ഒപ്പം BJPയുടെ നേതാക്കളും പറയുന്നത് തർക്കമുള്ളവർക്ക് കോടതിയിൽ പോകാം, നിങ്ങൾ കോടതിയിൽ പോയി കാര്യങ്ങളൊക്കെ പരിഹരിച്ചു വരൂ എന്നാണ്. ആ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പ്രതിഷേധങ്ങളും നിയമത്തിൻ്റെ വഴിയും ഒരു ഭാഗത്ത് തുടരുമ്പോഴാണ് ഇതാ ചില സംഘടനകൾ ഇപ്പോൾ കേരളത്തിൻ്റെ അതിർത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും അതിർത്തിയിൽ ഇടപെട്ട് കന്നുകാലികളെ തിരിച്ചു ഗോശാലയിലേക്ക് അയക്കാൻ ശ്രമിക്കുന്നത്, പണം വാങ്ങി കുറച്ച് കന്നുകാലികളെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ തുടരുന്നത്. ഇത് എത്രത്തോളം ആശങ്കാജനകമാണ്? ഈ കന്നുകാലിയുടെ പേരിലുള്ള ഒരു രാഷ്ട്രീയം ഇപ്പോഴത്തെ NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്ന അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ആരംഭിച്ചതാണ്. നേരത്തെ തന്നെ RSSൻ്റെ അജണ്ടയുണ്ട്. RSSൻ്റെ അജണ്ട എന്നുള്ളത് ഈ ഗോവധ നിരോധനം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ശ്രീ സലിമിനെ ഈ ഒരു ചർച്ചയിൽ കാണുന്നത്. സലിമ മാത്രമല്ല, ഇത് വാസ്തവത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ RSSൻ്റെയോ നേതാക്കളുണ്ട് എങ്കിൽ അവർ എന്താണോ ഉയർത്തിപ്പിടിക്കുന്നത് അതിൻ്റെ ഘടകവിരുദ്ധമായ രാഷ്ട്രീയമാണ് അവർ പറയുന്നത്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഗോമാംസം കഴിക്കരുത് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടില്ല. സ്വാമി വിവേകാനന്ദൻ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വക്താവായി മാത്രം ഉയർത്തിക്കാട്ടാനായി ആരെങ്കിലും അങ്ങനെ ശ്രമിക്കുന്നുവെങ്കിൽ ശ്രമിച്ചോട്ടെ, അത് വേറെ കാര്യം. ഐ ബിലീവ് ഇൻ സോഷ്യലിസം ബിക്കോസ് ഐ ബിലീവ് ഇൻ വേദാന്ത എന്ന് എഴുതി വെച്ച പ്രഖ്യാപിച്ച മഹാനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യത്തിൻ്റേത് മാത്രമല്ല, മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലേഖനങ്ങൾ, അത് യങ് ഇന്ത്യയിലും അതുപോലെ തന്നെ ഹരിജനിലുമെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നിങ്ങൾ ആരുടെയും ഭക്ഷണക്രമത്തിൽ നിങ്ങൾ ഇടപെടരുത്, അത് അദ്ദേഹം പറഞ്ഞ വാചകത്തിൻ്റെ ഏതാണ്ട് ഇംഗ്ലീഷ് പദപ്രയോഗം എങ്ങനെയാണ്? You should not intervene in others' food habits. You should not impose the ban on cow slaughter. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. ഇവിടെ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഈ 2 കാര്യങ്ങൾ പറയാൻ കാരണം, ഇപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചർച്ചയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നു നിൽക്കുന്നതായിട്ടുള്ള ഈ വിഷയത്തിൽ ഞങ്ങൾ പാർലമെൻറ്റ് അംഗങ്ങളെ കാണാനായി ഈ NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ആദ്യത്തെ 6 മാസക്കാലത്തിനിടയിൽ ചില വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാർ വന്നിരുന്നു. കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ, വിവിധ പാർട്ടികളിൽപ്പെട്ടവരെ കാണാനായി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാർ വന്നിരുന്നു. അവർ വന്ന് ഞങ്ങളോട് വർത്തമാനം പറഞ്ഞത് ഞങ്ങൾ രാജ്യത്തെ ഈ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് കന്നുകാലികളുടെ വർധനവിന് വേണ്ടി, അപ്പോൾ അതുകൊണ്ട് ഗോസംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അപ്പോൾ തന്നെ ഞങ്ങൾ പലരും ചോദിച്ചു, അല്ല നിങ്ങൾ ഈ ഒരു അജണ്ടയുമായി ബന്ധപ്പെട്ട് ഇത് ആരുടെയെങ്കിലും മേൽ അടിച്ചേൽപ്പിക്കുക? അങ്ങനെയൊന്നുമല്ല. ആർക്കെങ്കിലും അത്തരത്തിൽ ഈ പശുവിനെ തെരുവുപട്ടിയെ ഉപേക്ഷിക്കുന്നത് പോലെ, തെരുവുപട്ടികളായി തന്നെ ആരും അങ്ങനെ ഈ കൊണ്ടുതള്ളിയതല്ലാതെ അതിൽ നിന്ന് അല്ലാതെ തെരുവുപട്ടിയായി തനിയെ ഒന്നും ജനിക്കുന്നില്ല എന്നുള്ളത് പോലെ അവരുടെ തന്നെ വാചകമാണ് ഞാൻ ഈ പറയുന്നത്.
ഇത് ഞങ്ങൾ പല എം പിമാരെയും കണ്ടിട്ട് അവർ പറഞ്ഞത് അങ്ങനെ കൊണ്ടു തള്ളുന്നുവെങ്കിൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി, അപ്പോൾ നല്ല ഇനം പശുക്കളെ അതിൻ്റെ പ്രജനനം അത്തരം കാര്യങ്ങൾ അങ്ങനെ കേട്ടാൽ നമുക്ക് വളരെ കൗതുകകരമായി തോന്നാവുന്ന, ഒരു പക്ഷേ ആരും കേട്ടാൽ എത്ര നിരപരാധികളും എത്ര നിഷ്കളങ്കവുമായിട്ടുള്ള ചില അത്തരത്തിലുള്ള വാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു 2 കൊല്ലം കൂടി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ അറിയുന്നത് എന്താണ്? പ്രധാനമന്ത്രി തന്നെ പറയുകയാണ് ഈ കൗ വിജിലാൻറ്റിസ സംബന്ധിച്ചുള്ള ഈ ഗോരക്ഷകർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകൾ രംഗത്തിറങ്ങി ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും കാട്ടിക്കൂട്ടിയ കോപ്രായത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ പറയുകയുണ്ടായി, ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, ഇതിനോട് യാതൊരു യോജിപ്പുമില്ല, ഇത് നിയമം കയ്യിലെടുക്കലാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. അങ്ങനെ പ്രധാനമന്ത്രി പറയുമ്പോഴും പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകുന്നു, രാഷ്ട്രീയമായി പ്രധാനമന്ത്രിക്ക് ജയ് വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ തങ്ങളുടെ നേതാവായി ഉയർത്തിക്കാട്ടുന്നതായിട്ടുള്ള അത് സംഘപരിവാറിനൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് എവിടെയാണോ നിങ്ങൾ തൊടുന്നത്, എവിടെയാണോ നിങ്ങൾ ഒരാളെ പിടികൂടുന്നത്, അയാൾ ഞങ്ങളുടെ ആളല്ല, അത് വേറെ സംഘടനയാണ്, അപ്പോൾ ഞങ്ങൾ വേറെ സംഘടനയാണ്, ആ പറഞ്ഞ ആൾ അത് ഞങ്ങളുടെ വക്താവല്ല, അത് അവിടെ ആരും അങ്ങനെ പറഞ്ഞതാണ്. ഇവിടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ തലയ്ക്ക് 1 കോടി രൂപ വാഗ്ദാനം ചെയ്ത ചന്ദ്രൻ കുണ്ടാവത്തിൻ്റെ കാര്യത്തിൽ പോലും ഇത് അദ്ദേഹത്തിന് ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല, BJP നേതാക്കൾ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് RSSകാർ പറഞ്ഞു ഞങ്ങൾ പുറത്താക്കിയെന്ന് പറഞ്ഞു. ഇതെല്ലാം ഓരോരുത്തർ ഇത്തരത്തിൽ പറയുന്നത്. ഇവിടെ ശ്രീ സലീം പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അത് പറഞ്ഞുകൊണ്ട് നിർത്താം. കൃഷിഭൂമി കർഷകരിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഓർഡിനൻസ് 4 തവണ പുറപ്പെടുവിച്ചത് ഈ ഗവൺമെൻറ്റാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല. പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ചെയ്തത്. ഇതുപോലെ തന്നെയാണ് ഇവിടെ ഈ കാലികളെ സംബന്ധിച്ച്. ആരാ ഇന്ത്യയിൽ കാലി വളർത്തുന്നത്? ഇന്ത്യയിൽ കാലിയെ വളർത്തുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളല്ല, ഇന്ത്യയിലെ അതിസമ്പന്നരല്ല, ഇന്ത്യയിലെ സവർണ ഹൈന്ദവ വിഭാഗത്തിൻ്റെ തലപ്പത്തുള്ള അതിൻ്റെ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളല്ല. ഇന്ത്യയിൽ കാലിയെ വളർത്തുന്നത് പാവപ്പെട്ട ആളുകളാണ്. ആ പാവപ്പെട്ട ആളുകൾ ഈ മാർജിനൽ ഫാമേഴ്സ് എന്ന് പറയാവുന്നവരും ലാൻഡ്ലെസ് ഫാർമേഴ്സ് എന്ന് പറയാവുന്നവരും അത്തരത്തിലുള്ള ആളുകളെല്ലാം അവരുടെ വീടിനോടൊപ്പം ചേർന്നിട്ട് ഇത്തരത്തിൽ കന്നുകാലിയെ വളർത്തുന്നു. ആ കന്നുകാലിയെ വളർത്തുന്നത് പാലിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മാംസത്തിന് അതിനെ വിൽക്കാൻ തന്നെയാണ്. അതിൻ്റെ തോല്, അതിൻ്റെ എല്ല്, ഇതെല്ലാം തന്നെ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും കയ്യിൽ കിട്ടുന്നതാണ്. ഇത് പുണ്യം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല ആരും കന്നുകാലിയെ വളർത്തുന്നത്. ഈ കന്നുകാലി ചന്തയിലുള്ള ഇടപെടൽ എന്നുള്ളത് ഇത് ഭക്ഷണത്തിന്മേലുള്ള ഇടപെടൽ മാത്രമല്ല, ജീവിതത്തിന്മേലുള്ള ഇടപെടലാണ്. ദ റൈറ്റ് ടു ലൈഫ് എന്നുള്ളത് റൈറ്റ് ടു ലൈവ്ലിഹുഡ് കൂടിയാണ് എന്ന് സുപ്രീം കോടതി തന്നെ പറയുമ്പോൾ എൻ്റെ തൊഴിൽ തട്ടിപ്പറിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവൻ തട്ടിപ്പറിക്കുന്നു എന്നാണ്. ശരി, ശ്രീ രാധാകൃഷ്ണ മേനോൻ, താങ്കൾ ഒരു BJP നേതാവ് മാത്രമായിട്ടല്ല ഈ ചർച്ചയിൽ ഞാൻ കാണുന്നത്. ദേശീയ ലൈവ് സ്റ്റോക്ക് മിഷൻ്റെ ജനറൽ കൗൺസിലിൻ്റെ അംഗമാണ്. ഈ ലൈവ് സ്റ്റോക്ക് മിഷൻ എന്താണ് എന്നുള്ളത് അങ്ങിപ്പോൾ അവിടെ ഇരുന്ന് ഓർക്കുന്നുണ്ടാകും. ഈ രാജ്യം മുഴുവൻ ഇപ്പോൾ ഈ രീതിയിൽ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബീഫ് യുദ്ധത്തെക്കുറിച്ച്, ഈ രാജ്യത്തെ സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഉത്തരവിനെക്കുറിച്ച്. അതിന് കേന്ദ്ര സർക്കാരിന് എന്താണ് അധികാരം, ഏത് പശ്ചാത്തലത്തിലാണ് ആ നിയമം ഇറക്കിയത്, ഈ നിയമത്തിനകത്ത്, ഈ ഉത്തരവിനകത്ത് കൗ സ്ലോട്ടറിംഗ് എന്നുള്ളത് എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് വാദിക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തർക്കമുണ്ടെങ്കിൽ കോടതിയിൽ പോയി നീതി വാങ്ങൂ എന്ന് BJPയുടെ പൊതുവെയുള്ള നേതാക്കൾ പറയുന്ന വാദവും താങ്കൾക്ക് എടുക്കാം. പക്ഷേ അതിനു മുൻപ് ഞാൻ ചോദിക്കുന്നത്, ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ സംഭവിച്ച കാര്യം, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കന്നുകാലികളെ കൊണ്ടുവരുന്നതിന് പണം വാങ്ങി ചില മുന്നണി പ്രവർത്തകർ, ഹിന്ദു മുന്നണി പ്രവർത്തകർ ഇതിന് മുൻപ് ഇടപെട്ടത്, ഇന്ന് അവർ അത് തടഞ്ഞത്, തിരിച്ചയക്കാൻ ശ്രമിച്ചത്, മദ്രാസിലൊരു വിദ്യാർത്ഥി ക്യാമ്പസിൽ കണ്ണ് പൊട്ടിക്കിടക്കുന്നത്, ഇതുപോലെ നിങ്ങളെ അനുകൂലിക്കുന്ന BJP അനുകൂലിക്കുന്ന BJPയുടെ വലിയ നേതാവായ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പെമ ഖണ്ഡു തന്നെ ഇന്ന് ഈ നിരോധനത്തെ ഞങ്ങൾ എതിർക്കുന്നു, ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്കിതിനെ വല്ലാതെ എതിർക്കേണ്ടി വരും എന്ന് പറഞ്ഞത്, ഇതൊക്കെ പരിഗണിച്ച് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നതിന് കാരണക്കാർ ആരാണ്? ഇവിടെ ശ്രീ സമ്പത്ത് MP സൂചിപ്പിച്ചല്ലോ, ആദ്യം തന്നെ അദ്ദേഹം MP-മാരെ കാണാൻ വേണ്ടി ചില ആളുകൾ ചെന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഗോവധം നിരോധിക്കണം, അല്ലെങ്കിൽ ഗോക്കളെ വധിക്കരുത് എന്നാഗ്രഹിക്കുന്നവരും വിശ്വസിക്കുന്നവരുമായിട്ടുള്ള ഒട്ടേറെ ആളുകളുണ്ട്, നമുക്കറിയാം. അല്ലാത്ത ഇപ്പോൾ പ്രിയപ്പെട്ട സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ
കേരളത്തിലെയൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കാലി കർഷകരെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം അവർ ഈ കാലി വളർത്തിയാൽ അവസാനം അതിനെ വിൽക്കുമ്പോൾ കിട്ടുന്ന അതുകൊണ്ട് കിട്ടുന്ന ആദായവും ഒക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച്. പക്ഷെ മറ്റ് എല്ലാ പ്രദേശത്തും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ അല്ലാതെ ചെയ്യുന്ന ആളുകളും ധാരാളമായിട്ട് ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഭാരതം എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണല്ലോ. കേരളം അതിൻ്റെ ഒരു ചെറിയ പ്രദേശം മാത്രമാണ്. കാരണം നമ്മുടെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഗോവധം നിരോധിക്കണം എന്നെഴുതി വെച്ചത് BJP അല്ലല്ലോ. മഹാത്മാഗാന്ധി അതിനെക്കുറിച്ചിട്ട് ചില സങ്കല്പങ്ങൾ പറഞ്ഞു, ആവശ്യപ്പെട്ടു. അതൊന്നും BJP പറഞ്ഞിട്ടുമല്ലല്ലോ. അപ്പോൾ ആ നിലയിൽ ആദ്യമായിട്ട് അങ്ങനെ ആവശ്യം രാജ്യത്ത് ഉയർത്തിയ പ്രധാനപ്പെട്ട ആൾ മഹാത്മജി തന്നെയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ കുറേ ആളുകൾ വിശ്വസിക്കുന്നു, പ്രവർത്തിക്കുന്നു. അവർക്കും ഇവിടെ പ്രവർത്തിക്കാനും വിശ്വസിക്കാനും അവരുടെ ആശയം പ്രചരിപ്പിക്കാനും അനുവാദമുള്ള രാജ്യമാണിത്. അതുകൊണ്ട് അവർ ആ നിലയ്ക്ക് പ്രവർത്തിക്കരുത് എന്ന് നമുക്ക് തീർത്ത് പറയാനോ അല്ലെങ്കിൽ വിചാരിക്കുന്ന ആളുകളെ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞിടത്തല്ല ഈ ചർച്ച. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ, മറ്റു വിചാരങ്ങളുള്ള ആളുകൾ ഇവിടെ പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞിടത്താണ് പ്രശ്നം. ഈ പറഞ്ഞ ആളുകൾ അങ്ങ് പറഞ്ഞതുപോലെ പല പ്രദേശത്തുമുണ്ട്. അത് ശരി. അതുകൊണ്ടാണ് ഇത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ വരുന്നത്, പ്രാദേശികമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാകുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തീരുമാനങ്ങളിലേക്ക് പോലും പോകേണ്ടി വരുന്ന കാര്യങ്ങളാകുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾക്കാണ് അങ്ങും പറഞ്ഞു വരുന്നിടത്ത് പ്രാധാന്യം വരുന്നത്. പിന്നെ മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യം നിർദ്ദേശക തത്വങ്ങളിലാണ് വന്നിട്ടുള്ളത്. അത് കൃത്യമായി ഇപ്പോൾ ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന, കൃത്യമായി ഇന്ന് തന്നെ നടപ്പിലാക്കേണ്ട നിയമമാക്കി നമ്മുടെ ഭരണഘടനയിൽ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങ് തന്നെ പറയുകയാണല്ലോ ഈ ചർച്ചയിലും. തീർച്ചയായിട്ടും ഇന്ത്യ മുഴുവൻ അത് നടപ്പാക്കാനുള്ള ശ്രമമോ അല്ലെങ്കിൽ നടപ്പാക്കുകയോ അല്ലല്ലോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അത് പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്, ഈ ചാനലിലും ചർച്ച ചെയ്തതല്ലേ. ഇപ്പോൾ വന്ന നിയമത്തെ ഒരു ചട്ടമുണ്ടാക്കിയത് പരിസ്ഥിതി വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ പരിസ്ഥിതി വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ചട്ടം ഒരിക്കലും ഒരു സംസ്ഥാനത്തിനും സമ്പൂർണ്ണമായി ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ല. ആ ചർച്ചയിലേക്ക് പോയാൽ അത് നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നത് ആയതുകൊണ്ട് ഇന്നും എന്ത് പ്രസക്തി എന്ന് എല്ലാവരും അന്വേഷിക്കാം. പ്രേക്ഷകർക്കും ആ സംശയം ഉണ്ടാകാം. ഇന്നത്തെ ചോദ്യം അതല്ല ശ്രീ രാധാകൃഷ്ണ മേനോൻ. ഈ പറയുന്ന ഉത്തരവിനകത്ത് പറയുന്ന കാര്യങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളൊക്കെ ഇത് പറയുമ്പോഴാണ് നിങ്ങളുടെ സംഘത്തിൻ്റെ ലേബലിൽ, നിങ്ങളുടെ സംഘത്തിനകത്ത് ഒരുപാട് പേരുണ്ടല്ലോ, ഡോക്ടർ സമ്പത്ത് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ അവസരത്തിന് ഒത്ത് നിഷേധിക്കാനും കൊള്ളാനും പറ്റുന്ന രീതിയിൽ ആ സംഘത്തിൽ എന്ന് കരുതാവുന്ന ചിലർ സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ വന്ന് ചെക്ക് പോസ്റ്റുകളെ നിയന്ത്രിച്ച് കന്നുകാലികളുടെ കാര്യത്തിൽ ഇടപെടുന്നത്, ഇതെന്തുകൊണ്ട് അവർക്ക് ആ ധൈര്യം വന്നു? അല്ല, അങ്ങനെ BJPയുടെയോ RSSൻ്റെയോ ഭാഗമായിട്ടുള്ള ആരും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തീർത്ത് പറയാൻ സാധിക്കും. പക്ഷേ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്കറിയാം. പക്ഷെ അങ്ങനെ നിയമം കയ്യിലെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർ അവരുമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കണം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് പറഞ്ഞതിന് ശേഷമാണ് കേന്ദ്രത്തിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയം ഇത്തരത്തിൽ ഒളിച്ചു കിടത്തിയ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. അതുപോലെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രാലയം സുപ്രീം കോടതിയിൽ ഗോരക്ഷയാണ് വേണ്ടത് എന്ന് കൃത്യമായി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. പാർലമെന്റിൽ ഒന്നും ചർച്ച ചെയ്യാതെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിൽ കടന്നു കയറിയത്, ഇതിനെതിരെ പ്രതിഷേധിച്ച പാവപ്പെട്ട ചെറുപ്പക്കാരെ കണ്ണിടിച്ച് പൊട്ടിച്ചത്, ഇതൊക്കെ ഈ പ്രധാനമന്ത്രിയുടെ കണ്ണീർ, മുതലക്കണ്ണീർ എന്നാണ് ഡോക്ടർ സമ്പത്തിനെ പോലുള്ളവർ പറയുക. അവർ പറയുന്ന ആ കണ്ണീർ ഒഴുകിയതിന് ശേഷം നടന്നത് രാജ്യത്ത്. ലാലേ, ഇത് അതാത് ലാല് തന്നെ പറഞ്ഞല്ലോ, ലാലും പറയുന്നു, ഞാനും പറയുന്നു, സമ്പത്തും പറയുന്നു, ഇത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാവുന്ന വിഷയമാണെന്ന്. സ്വാഭാവികമായും ഇന്ത്യ മഹാരാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടട്ടെ. ശ്രീ രാധാകൃഷ്ണ മേനോൻ, എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ശ്രീ രാധാകൃഷ്ണ മേനോൻ ഈ ചർച്ചയിൽ സമ്പത്ത് പറഞ്ഞതിനെ അനുകൂലിക്കുന്നു, ഇത് സംസ്ഥാനങ്ങളുടെ വിഷയമാണെന്ന് അവതാരകനായ ഞാൻ പറഞ്ഞതുമാണല്ലോ, അങ്ങനെ ചെയ്യട്ടെ എന്ന് പറയുന്നു. പക്ഷേ ഇന്നലെ വരെ നിങ്ങളുടെ തന്നെ നേതാക്കൾ ചാനലുകളിൽ വന്ന് തർക്കിച്ച കാര്യമാണത്. ഇത് സംസ്ഥാനത്തിന്റെ അധികാരമല്ല, കേന്ദ്രത്തിന്റെ അധികാരമാണ്. അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് എന്താണ്? കേന്ദ്രത്തിന്റെ അധികാരം ഉപയോഗിച്ചാണ് ചെയ്തത്, സംസ്ഥാനങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ അങ്ങേക്ക് എന്തുകൊണ്ടാണ് അത് മറിച്ച് തോന്നിയത്? ഇപ്പൊ ചെയ്ത് ലാലെ
അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇട്ട ഉത്തരവ് കേന്ദ്രത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇപ്പോൾ ഇട്ട ഉത്തരവ് ഒരിക്കലും ഇവിടെ സ്ലോട്ടറിങ് നിരോധിച്ചിട്ടില്ല, ഈ ബീഫ് നിരോധിച്ചിട്ടില്ല. ഇതൊന്നും നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവല്ലല്ലോ ഇപ്പോൾ ഇട്ടത്. ഇപ്പോൾ ഇട്ടത് മാർക്കറ്റുകളെ സംബന്ധിച്ച് ആ മാർക്കറ്റുകൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ളതാവണം എന്നുള്ള ഒരു ശരി. അപ്പോൾ ആ മാർക്കറ്റുകളിൽ ഈ പറയുന്ന കന്നുകാലികളെ വിൽക്കുന്നതിന് നിയന്ത്രണമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇന്നലെ വരെ കന്നുകാലികളെ വിറ്റ ആവശ്യങ്ങൾക്ക് വേണ്ടി എവിടെ വെച്ചാണ് വിൽക്കേണ്ടത് എന്ന് ഈ ഉത്തരവിൽ പറയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോറിയൊക്കെ വഴിയിൽ തടയുന്നത് സംസ്ഥാന അതിർത്തിയിൽ നിങ്ങളുടെ ആളുകൾ. അല്ല, അവിടെയാണല്ലോ ഇപ്പം അവിടെ എവിടെ വെച്ചാണ് വിൽക്കേണ്ടത് എന്ന് പറയാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ട്. സംസ്ഥാനത്തിന് അതിന് നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്, സ്ലോട്ടർ ഹൗസുകൾ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്, സ്ലോട്ടറിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള അതാത് സംസ്ഥാനത്തിന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അത് താല്പര്യമുള്ള സ്ഥലത്ത് താല്പര്യമുള്ളവർ ചെയ്യട്ടെ. അതിന് ഇപ്പോൾ ഈ പറഞ്ഞ നിയമം എന്ന് പറയുന്നതിനെ അതുമായി കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ പരിസ്ഥിതി വകുപ്പെടുത്ത ഒരു ചട്ടം ഭേദഗതി ചെയ്തതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി ഇവിടുത്തെ മുഴുവൻ കുടുംബങ്ങളുടെയും അടുക്കളയിൽ കടന്നു കയറി എന്നുള്ള പ്രചരണം. രാധാകൃഷ്ണ മേനോൻ, നരേന്ദ്രമോദിയാണ് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിന്റെ കീഴിലുള്ള ഒരു മന്ത്രാലയമാണ് ഈ രീതിയിലുള്ള ഒരു ഉത്തരവ് നിയമം ലംഘിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നു കയറിക്കൊണ്ട് എന്ന് ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതി തന്നെ പറഞ്ഞ് സ്റ്റേ ചെയ്തിരിക്കുന്ന ഈ ഉത്തരവ് കൊണ്ടുവന്നിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ മറപറ്റിയാണ് നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി ഏത് കേസിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ സമ്പത്ത്, രാധാകൃഷ്ണ മേനോൻ ഇന്ന് ഈ ചർച്ചയിൽ പറയുന്നത് കേൾക്കുമ്പോൾ BJPയുടെ നേതാക്കൾക്ക് തന്നെ ഈ കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ കേരളത്തിലെ BJPയുടെ പ്രശ്നമാണോ ഇത്? അതോ രാജ്യത്ത് ഇത്തരത്തിലൊരു ചർച്ച തന്നെയാണോ ഇവർ ആഗ്രഹിക്കുന്നത്? BJPയുടെ കേന്ദ്ര നേതൃത്വവും വളരെ ബുദ്ധിപൂർവം ഈ ഗോൾ പോസ്റ്റ് മാറ്റുന്നവരാണ്. ഞാനത് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ എടുത്ത് പറയുകയല്ല. ഞാൻ രാധാകൃഷ്ണൻ ചേട്ടനോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ. അദ്ദേഹം പോലും ഒരു പക്ഷേ ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ യു റീഡ് മൈ ലിപ്സ് എന്നുള്ളതുപോലെ രാധാകൃഷ്ണൻ ചേട്ടൻ ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പോലും അദ്ദേഹം പോലും ഒരു പക്ഷേ ഉള്ളാലെ സമ്മതിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ അജണ്ട മാറ്റിക്കൊണ്ടേയിരിക്കും. ഒരു തവണ ഒരു കാര്യം പറയും, അപ്പോൾ ആ കാര്യത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ചെല്ലാം മീഡിയ സ്വാഭാവികമായി, നിങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റാണ്, അപ്പോൾ ഞങ്ങൾ പാർലമെൻറ്റിൽ ഇതിൻ്റെ ചർച്ചയോ മറ്റു കാര്യങ്ങളോ ഒക്കെ വരുന്നു, പാർലമെൻറ്റ് സമ്മേളനം തരുന്നു, നിങ്ങൾ മീഡിയ ചർച്ച ചെയ്യുന്നു, സിവിൽ സൊസൈറ്റി ചർച്ച ചെയ്യുന്നു, ആളുകൾ അത്തരം കാര്യങ്ങളുമായിട്ട് വരുന്നു, പ്രക്ഷോഭങ്ങളൊക്കെ. അപ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് പറയാം. ഈ നമ്മുടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഓർഡിനൻസ് വന്നു. 4 തവണ ഓർഡിനൻസ് കൊണ്ടുവന്നു, പാർലമെൻറ്റിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കുകുത്തിയായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങളാണ് ജനങ്ങളോട് ഉത്തരം പറയേണ്ടത്. ഞങ്ങളോട് വാസ്തവത്തിൽ എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നു. ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്. രണ്ടാമത്തെ കാര്യം, BJP ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഇതുകൂടി നമ്മളൊരു കാര്യം പരിശോധിക്കണം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള 2ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മുടെ റീറ്റെയിൽ വ്യാപാര മേഖലയിൽ 100% വിദേശ നിക്ഷേപം മൾട്ടി ബ്രാൻഡ് റീറ്റെയിൽ മാർക്കറ്റിംഗ് മേഖലയിൽ വരുന്ന സമയത്ത് ഞങ്ങൾ CPM-കാരോടൊപ്പം ഇടതുപക്ഷക്കാരോടൊപ്പം രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാർട്ടികൾ വളരെ സജീവമായി സഭ സ്തംഭിപ്പിക്കുന്ന നിലയിലേക്ക് പാർലമെൻറ്റിൻ്റെ വെല്ലിലേക്ക് ഇറങ്ങിയ അത്തരത്തിലുള്ള മുദ്രാവാക്യം വിളികളിൽ അന്ന് കോൺഗ്രസ്സുകാർ ചോദിച്ചു, എന്താ നിങ്ങൾ രണ്ടുപേരും സഖാക്കളായിട്ടാണോ നിൽക്കുക എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിനെ എതിർത്ത ആളുകൾ. ഇവിടെ ഈ ഇന്ധനത്തിൻ്റെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ലോകത്തിലെല്ലായിടത്തും ക്രൂഡ് ഓയിലിന് വില കുറയുന്ന കാലത്ത് ഇന്ധനത്തിൻ്റെ വിലയെല്ലാം കുറയുന്നു. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, പാചകവാതകം ഇതെല്ലാം കുറയുമ്പോൾ ഇന്ത്യയിൽ മാത്രം വില കൂടുന്നു. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആ വിധത്തിൽ അങ്ങനെ അവരെ പ്രതിരോധത്തിലാക്കുന്ന, അവർക്ക് ന്യായം പോലും പറയാനില്ലാത്ത നിലയിലേക്ക് ആക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരുപോലെയാണ് നിന്നത്. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കോർപ്പറേറ്റുകൾ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള പെട്രോളിയം കമ്പനികളെ കുറിച്ച് മെനഞ്ഞാന്ന് പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. എന്തൊരു കൊള്ള ലാഭമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് അടുത്തൊരു കാര്യത്തെ സംബന്ധിച്ചുള്ളത്, ഈ ഇവിടെ നിന്ന് നമ്മൾ എത്തപ്പെട്ടിട്ടുള്ള നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആളുകൾക്കുണ്ടായിട്ടുള്ള കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളെ പറ്റിയെല്ലാം ചോദിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞത്, ഒരു വീട്ടിൽ വിവാഹം നടക്കുമ്പോൾ വീട്ടിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവില്ലേ, ആളുകൾക്ക് ചിലപ്പോൾ അസുഖമെല്ലാം കൂടില്ല, അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ വിവാഹം വേണ്ടാന്ന് വയ്ക്കുമോ. എന്നോടൊരു BJPയുടെ തന്നെ എൻ്റെ ഒരു പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ ചോദിച്ചതായ ഒരു തമാശ പോലെ ചോദിച്ചതായ ചോദ്യമാണ്. ഒരുപാട് ന്യായങ്ങൾ BJPക്കാർ അതിനെ നികത്തുകയും ചെയ്തു. ഇനിയാണ് പുറത്തു വരേണ്ടിയിരിക്കുന്നത് ഇവിടെ ഈ കാലിബ്രേഷൻ. ഞാൻ ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ വാക്കുകൾ കടമെടുക്കുകയാണ്. ഈ ATM-കളുടെ കാലിബ്രേഷൻ അത് ആരാ നടത്തിയത്, അതിനെല്ലാം എത്ര കോടി രൂപയാണ് ചിലവാക്കിയത്, ഇങ്ങനെ പുറത്തുനിന്ന് നമ്മൾ അച്ചടിച്ച് കൊണ്ടുവന്നതായിട്ടുള്ള നോട്ടിന് എത്രയാണ് ചിലവഴിക്കേണ്ടി വന്നത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ, അതല്ല ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ വേറൊരു കാര്യം,
ഇപ്പം നമ്മൾ ഈ പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ സംബന്ധിച്ചുള്ള എന്തെല്ലാം കരാറുകളിലാണ് ഒപ്പിടുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് വിഷയങ്ങളെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ വാസ്തവത്തിൽ വി ആർ ഇൻ ഒബ്ലിവിയൻ. നമ്മൾ ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ അറിയുന്നില്ല. പ്രധാനമന്ത്രി അത്തരത്തിൽ 6-7 ദിവസക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനം നടത്തുമ്പോൾ രാധാകൃഷ്ണൻ ചേട്ടനടക്കം ഞാനടക്കമുള്ള നമ്മൾ രണ്ട് ചേരിയിൽ തന്നെ നിൽക്കട്ടെ, നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നേരത്തെ റാഫേൽ ഡീലൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതുപോലുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും രാജ്യത്തിന് അറിയാനുള്ളൊരു അവകാശമുണ്ട്. ഇവിടെ എവിടേക്കാണ് പോകുന്നത്? ഇവിടെ ഈ കാറ്റിലുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇത് പ്രധാനമന്ത്രിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അയച്ച കത്താണ്. ഇത് അദ്ദേഹം ഇന്ത്യയിൽ മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്താണ്. ഇതിൻ്റെ പകർപ്പാണ് ഞാൻ ഈ കാണിച്ചത്. ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് മതനിരപേക്ഷ വിരുദ്ധമാണ്, ഇത് ഫെഡറൽ വിരുദ്ധമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ജനാധിപത്യ വിരുദ്ധം എന്ന് പറയുന്നതിൻ്റെ കാരണവും ഫെഡറൽ സംവിധാനം, അത് രാധാകൃഷ്ണൻ ചേട്ടൻ തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള അധികാരത്തെ സംബന്ധിച്ച് നമ്മൾ തമ്മിൽ ഒരു തർക്കവും ഇല്ല. ഇക്കാര്യത്തെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇക്കാര്യത്തിൽ അഭിഭാഷകനല്ലാത്ത ഒരാൾ ചിലപ്പോൾ ശ്രീ സലിം മാത്രമായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കാര്യത്തിൽ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് അത് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റാണ്, സ്റ്റേറ്റ് ലിസ്റ്റാണ്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ അതിലെ 15ഉം 18ഉം എൻട്രികൾ അതിനകത്ത് പരിശോധിക്കുക. ഭരണഘടനയുടെ 11ഉം 12ഉം ഷെഡ്യൂളുകൾ പരിശോധിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 243Gയും 243Wയും പരിശോധിക്കുക. നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ടും നഗരപാലിക ആക്ടും നടപ്പായതിനു ശേഷമുള്ള സ്ഥിതി എന്ന് പറയുന്നത് അത് രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യത്തിൽ ശരിയാണ്. എന്താ, ചന്തകൾ നടത്തുന്നതും ചന്തകളുടെ അപ്കീപ്പ്, മെയിൻ്റനൻസ്, അതിൻ്റെ റെഗുലേഷൻ, അത്തരം കാര്യങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ, ഞാൻ LSG എന്നുള്ള നിലയിൽ പറയുകയാണ്, സ്ഥാപനമല്ല, ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ ചന്ത എവിടെയായിരിക്കണം? ചന്തയിലേക്ക് ഒരു സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനുള്ള ഫീസ് എന്തായിരിക്കണം? എത്ര മണി മുതൽ എത്ര മണി വരെ ആയിരിക്കണം? ഇതുമായി ബന്ധപ്പെട്ട വൃത്തി, വെടിപ്പ്, ഇത്തരം കാര്യങ്ങളെല്ലാം അവരുടേതാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ ചന്തയിലേക്ക് ഇതുവരെ കാറ്റിൽ എന്നുള്ള പട്ടികയിൽ ബൊവൈൻ അനിമൽസ് കൂടി പെട്ടിരുന്നതാണ്. കാറ്റിൽ എന്ന് പറയുമ്പോൾ അത്തരത്തിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ പാല് കറക്കാനാണോ കൊണ്ടുവരുന്നത്, അതല്ല ഇത് നിങ്ങൾ വെറുതെ കണി കാണാനായി കൊണ്ടുവന്ന് നിർത്താനുള്ള, ചിലപ്പോൾ നമ്മൾ അങ്ങനെ നിർത്തുമല്ലോ ഒരു മൃഗത്തിനെ, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കണി കാണാൻ നിർത്തുന്ന പോലെ അങ്ങനെ നിർത്താനാണോ, അതല്ല ഇത് വെറുതെ വളർത്താനായി വീട്ടിൽ, ഒന്നിനുമല്ല വെറുതെ വളർത്താനായി വീട്ടിലൊരു മൃഗത്തെ വളർത്തുന്നത് പോലെ വളർത്താനാണോ, അതല്ല ഇതിനെ ഒരു പക്ഷേ ഇറച്ചിക്ക് വേണ്ടിയാണോ എന്നുള്ള നിലയിലേക്കുള്ള കാര്യം. ഇതിൻ്റെ കൂടുതൽ തർക്കങ്ങളിലേക്ക് പോയാൽ ഇനി നാളെ ഈ ഒരു മാർക്കറ്റിലേക്ക്, ഒരു കമ്പോളത്തിലേക്ക്, ഒരു ചന്തയിലേക്ക് കോഴിയെ കൊണ്ടുവന്നാൽ കോഴി മുട്ടയ്ക്ക് മാത്രം നിങ്ങൾ കോഴിയെ വളർത്താം, കോഴി ഇറച്ചിക്കല്ല എന്ന് കോഴിയുടെ ആധാർ കാർഡും കോഴിയുടെ തിരിച്ചറിയൽ കാർഡും കോഴിയുടെ ഉടമയുടെ പേരും അഡ്രസ്സും എല്ലാം കൊണ്ടുവന്നിട്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാലുള്ള സ്ഥിതി എത്രമാത്രം ദുര്യോഗകരമായിരിക്കുമെന്നൊന്നാലും. ശ്രീ എം എ സലീമിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ രാധാകൃഷ്ണ മേനോൻ, അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം കൃത്യമാണ്. സുപ്രീം കോടതി പറഞ്ഞിരുന്നത് നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും കാര്യമാണ്. ഗതിമായി മേള നേപ്പാളിൽ നടക്കുമ്പോൾ അവിടേക്ക് ഈ മൃഗങ്ങളെ ബലി കൊടുക്കാൻ കൊണ്ടുപോകരുത്, ബംഗ്ലാദേശിലേക്ക് ലൈസൻസ് ഇല്ലാത്തവർ ഇത് കടത്തരുത്, ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത്. ആ കാര്യത്തിൽ ചില ചട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കവേ അപ്പോൾ എന്താണ് ചെയ്തത്, ഇപ്പോൾ എന്താണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് ചർച്ച. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞ ഉത്തരവ് ഇറങ്ങേണ്ടതുണ്ടോ? എന്താണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി ആദ്യം ചെയ്തത് എന്നുള്ളിടത്ത് തന്നെ കിടക്കുന്നു സൂചന. അപ്പോൾ കൃത്യമായി ചില അജണ്ടകളുണ്ട്, ആ അജണ്ടകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിയമവും ഭരണഘടനയും ഒരു വഴിക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇങ്ങനെ കൊണ്ടുപോവുക എന്നത് അത് നിങ്ങൾക്ക് നഷ്ടക്കച്ചവടം ഉണ്ടാക്കുമെന്ന് ഇന്ന് അമിത്ഷാ വന്നപ്പോഴെങ്കിലും നിങ്ങളുടെ കേരളത്തിലെ നേതാക്കൾ പറഞ്ഞു കൊടുത്തു? അല്ല, ഇവിടെ നഷ്ടവും ലാഭവും വിലയിരുത്തപ്പെടേണ്ടതാണ്, അത് ശരിയാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ അതിനപ്പുറത്ത് ഇപ്പോൾ ഈ രാജ്യത്തെ നേരത്തെ ലാലു തന്നെ സൂചിപ്പിച്ചില്ലേ, ലൈവ് സ്റ്റോക്ക് മിഷൻ്റെ ജനറൽ കൗൺസിൽ അംഗമാണ്. അപ്പോൾ ഈ ലൈവ് സ്റ്റോക്ക് മിഷൻ്റെ വിലയിരുത്തൽ അല്ലെങ്കിൽ ലൈവ് സ്റ്റോക്ക് മേഖലയെക്കുറിച്ചിട്ട് ഉള്ള റിപ്പോർട്ട് പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ഭാരതത്തിൽ കന്നുകാലികളുടെ നമ്പർ വളരെയേറെ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ ജൈവ വൈവിധ്യം നിലനിർത്തുവാൻ കന്നുകാലി സമ്പത്ത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ നിലയിൽ കൂടിയുള്ള ഒരു താല്പര്യം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാർ കാർഷിക രാജ്യമായ ഭാരതത്തിൻ്റെ ആ കന്നുകാലി സമ്പത്തിനെ നിലനിർത്താനും ഏത് കണക്കനുസരിച്ചാണ് രാജ്യത്തെ കന്നുകാലികളുടെ എണ്ണത്തെ തിട്ടപ്പെടുത്തിയിട്ടുള്ളത്? ഇപ്പോൾ അതിന് നല്ലത് ഇത്തരത്തിലൊരു ഉത്തരവാണ് ഈ കന്നുകാലികളുടെ സംഖ്യ വർദ്ധിപ്പിക്കാൻ എന്നുള്ളത് ഏത് ചർച്ചയിലാണ് തീരുമാനമെടുത്തത്? ഈ രാജ്യത്ത് 190 മില്യൺ കന്നുകാലികൾ ഉണ്ട് എന്നാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കണക്കിൽ പറയുന്നത്. അതിൽ 2% താഴെ മാത്രം, 1.7% മാത്രമാണ് ഈ ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് എന്നതാണ് എൻ്റെ മുമ്പിലുള്ള കണക്കുകൾ. ലൈഫ് സ്റ്റോക്ക് മിഷന് വേറെ കണക്കുണ്ടോ?
അല്ലേ ലാലടങ്ങുന്ന സംവിധാനത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന ഈ നമ്മുടെ കേരളത്തിൽ ഇന്ന് പശുവിനെ മേടിക്കണമെങ്കിൽ അതെനിക്ക് മനസ്സിലായില്ല, എന്നാലും തുടർന്നോളൂ. തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നും പറയട്ടെ, പശുവിനെ മേടിച്ചാൽ മാത്രമേ നിങ്ങൾ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കന്നുകാലി സമ്പത്ത് കുറഞ്ഞതിനെ പരിഹരിക്കാൻ വേണ്ടി ഈ സംസ്ഥാനം എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഈ കേരള സംസ്ഥാനത്ത് കന്നുകാലി സമ്പത്ത് കുറഞ്ഞു എന്ന വിലയിരുത്തലിൽ, കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ ഇവിടെ സബ്സിഡി പോലും കൊടുക്കുന്നുള്ളൂ. ഇത് ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ തരത്തിലുള്ള കണക്കുകളുണ്ട്. ഞാൻ ഇന്നിപ്പോ ഈ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടില്ല, ഞാൻ എത്തിക്കാം. അപ്പൊ രാജേഷൻ ചേട്ടൻ പറഞ്ഞു, ഏതായാലും നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ യാഥാർത്ഥ്യമാണ്. അല്ല ലാലേ, രാധാകൃഷ്ണൻ ചേട്ടനോടുള്ള എല്ലാ സ്നേഹത്തോടു കൂടി പറയുകയാണ്. ഞാൻ കണക്ക് എൻ്റെ കൈവശമുണ്ട്, കണക്ക് ഞാൻ വായിക്കാം. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് ഈ ബോർഡ്. ഈ ബോർഡിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ഇവർ പറഞ്ഞിട്ടുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഈ കന്നുകാലി, അതായത് ഈ നമ്മൾ കാറ്റിൽ എന്നുള്ളതിൻ്റെ അതിൻ്റെ എണ്ണം ഓരോ വർഷവും പെരുകിയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇവർ ഏറ്റവും ഒടുവിൽ തന്നിട്ടുള്ള കണക്കുകളിൽ 2016-17 ഏറ്റവും ഒടുവിലത്തേത് വന്ന ഓരോ വർഷവും ഇതിലെ വർധനവ് എന്നുള്ളത് അത് 185.2, അവിടെ നിന്ന് 199.1 കാറ്റലിൻ്റേത്. ഫീമെയിൽ കാറ്റലിൻ്റേത് അതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ളത് 73 നിന്ന് 76. ഇതെല്ലാം തന്നെ ഇതിൻ്റെ മില്യണിലാണ്, ദശലക്ഷത്തിലാണ് ഇവർ ഈ കണക്കിൻ്റെ ഈ പറയുന്നത്. ബഫല്ലോ എന്ന് പറയുന്ന എരുമ പോത്തൊക്കെയാണ്, അതിൻ്റേത് 105.3, 108.7. ഇങ്ങനെയാണ് ടോട്ടൽ ബൊവൈൻ ആയിട്ടുള്ള അനിമൽസിൻ്റേത് അടക്കം ഇത്തരത്തിലെടുക്കുമ്പോൾ അവർ പറയുന്നത് 300 മില്യണിനപ്പുറമായിട്ടാണ്. ഇതിൽ ഓരോ വർഷത്തിലും ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇപ്പോൾ 1 മില്യൺ 2 മില്യണിൻ്റെ ഏറ്റക്കുറച്ചിലോ മറ്റോ ഉണ്ടാവും. അല്ലാതെ ഇവിടെ ഇന്ത്യയിൽ അത്തരത്തിൽ ഈ കാറ്റലിൻ്റേതായിട്ടുള്ള എണ്ണത്തിൽ ഒരു വലിയ ഇടിവ് ഒരു വർഷത്തിൽ ഉണ്ടായി. രാധാകൃഷ്ണൻ, അപ്പോൾ അതാണ് കണക്കെന്നിരിക്കുക. അങ്ങയുടെ കയ്യിൽ ഇപ്പോൾ അതിനെ ഖണ്ഡിക്കാനുള്ള കണക്കുകൾ ഇല്ല എന്നങ്ങ് പറയുകയും ചെയ്തു. അപ്പോൾ കണക്കുകൾ കൃത്യമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ ആ കണക്കുകൾ ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കണക്കുകളിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് കന്നുകാലികൾ കൂടട്ടെ എന്ന് കരുതിയാണോ ഇതേ കൊല്ലാതിരിക്കുക, വീട്ടിൽ വളർത്തുക, ബുച്ചർ അതായത് സ്ലോട്ടറിങ്ങിന് കൊണ്ടുപോകാതിരിക്കുക, അത് എങ്ങനെയും പൂജിച്ച് വളർത്തുക എന്ന് പറയുന്നത് എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണോ? അതുകൊണ്ടാണോ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട, തമിഴ്നാട്ടിൽ കുറെ എണ്ണം കൂടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സബ്സിഡി കൊടുക്കാൻ തയ്യാറാകുന്ന സർക്കാരിനെ കുറിച്ച് അങ്ങ് ഇപ്പോൾ പറഞ്ഞല്ലോ, അതിന് പോലും അനുവദിക്കാതെ ഹിന്ദുമുന്നണി പ്രവർത്തകർ തമിഴ്നാട്ടിൽ തടയുന്നത്? ലാലെ, ഹിന്ദു മുന്നണി പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തടയുന്നതിനെ കുറിച്ചിട്ട് അതിനെ BJP-യുടെയും RSS-ൻ്റെയും തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾ കുറേ നേരമായി ശ്രമിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് നടത്തുന്ന എന്തെല്ലാം കൊള്ളരുതായ്കൾ നടത്തുന്നു? നമ്മൾ പാമ്പിനെയും പഴുതാരെയും പശുവിനെയും വരെ MP രാഘവൻ്റെ അവിടെ കയറി വെട്ടിക്കൊന്നില്ലേ? അപ്പം ഈ രീതിയിൽ ഭീകരമായി ചെയ്യുന്ന ഒരു പാർട്ടിയുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും നമ്മുടെ രാജ്യത്തുണ്ടാവും. സ്വഭാവമുള്ള ആളുകളെ മുഴുവൻ ഇന്നലെ വരെ സലീമിനെ പോലെയുള്ള ആളുകൾക്ക് ഈ രാജ്യത്ത് കന്നുകാലി കച്ചവടം നടത്താനും അവരുടെ വ്യാപാരം നടത്തുന്നതിനും പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മുന്നണി പ്രവർത്തകരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ കച്ചവടം ശരിയായി നടത്തിക്കാൻ നിങ്ങൾ മുമ്പിൽ നിൽക്കണമായിരുന്നു. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നവരാണല്ലോ നിങ്ങൾ, പല സമരത്തിനും മുമ്പിൽ നിൽക്കുന്നവരാണല്ലോ. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങളെ മുമ്പിൽ കണ്ടില്ല? അല്ല, ഈ കാര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതാത് സ്റ്റേറ്റുകൾക്ക് അതിൻ്റേതായ ക്രമസമാധാനത്തെ സംബന്ധിച്ച് നിയമങ്ങളുണ്ട്, ആ നിയമം അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച കണക്കുകളെ സംബന്ധിച്ച് ലൈഫ് സ്റ്റോക്ക് മിഷൻ്റെ കണക്ക് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ആവശ്യമുണ്ടെങ്കിൽ ലാലിന് എത്തിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും എനിക്ക് കിട്ടിയ കണക്കുകൾ ദേശീയ മാധ്യമങ്ങളിൽ കണ്ടതാണ്, അതനുസരിച്ചാണ് ഞാൻ അങ്ങയുടെ ദേശീയ ലൈഫ് സ്റ്റോക്ക് മിഷന്റെ വെബ്സൈറ്റും നോക്കിയിരുന്നു, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ. ഇതിൽ നിന്നൊക്കെ കിട്ടിയ കണക്കുകളാണിത്. ഒട്ടകം, കുതിര, കഴുത, ഇങ്ങനെ ചില മൃഗങ്ങൾ മാത്രമാണ് എണ്ണത്തിൽ കുറവുണ്ടായിട്ടുള്ളത്. ഒട്ടകത്തിന്റെയും കഴുതയുടെയും എണ്ണം കുറവുണ്ട് എന്ന് പറയുന്നുണ്ട് ഡോക്ടർ സമ്പത്ത്. കുതിരയുടെയും അല്ല, ഇത് ഇത്ര കുറവുണ്ട് കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വിശാലമായ കാർഷിക രാജ്യമായ ഭാരതത്തിൻ്റെ ജൈവ വൈവിധ്യത്തെ
നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം കൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായ അപകടകരമായ അവസ്ഥയെക്കുറിച്ച് ഇന്നിപ്പം നമ്മൾ ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ ഇതൊക്കെ നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതാണ്. അപ്പോൾ രാജ്യത്തിന് പൊതു താല്പര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള പരിവർത്തനം അത് രാജ്യത്തിന് മൊത്തത്തിലുണ്ടാകും. രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു വരുന്നത് ഈ രാസവളം ഉപയോഗിക്കാതെ പശുവിന്റെ ചാണകം ഉപയോഗിക്കുക, ഈ രാജസ്ഥാനിലെ ജഡ്ജി പറഞ്ഞതുപോലെ, അതുപോലെ പശുവിനെ അതിന്റെ ചരിത്രം മനസ്സിലാക്കി വേണ്ട രീതിയിൽ പരിപാലിക്കുക, വിധി പുറപ്പെടുവിക്കുമ്പോൾ പോലും അതിനെ എഴുന്നേറ്റ് നിന്ന് ശിവഭക്തിയിൽ ഊന്നി വിധി പുറപ്പെടുവിക്കുക. ഇതൊക്കെയാണ് രാജസ്ഥാനിലെ മഹേഷ് ചന്ദ്ര ശർമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതാണോ നിങ്ങളുടെ ലൈൻ? അല്ല, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടേത്. ഇവിടെ കഴിഞ്ഞ ദിവസം ആ സ്വാതന്ത്ര്യം എങ്ങനെയാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ നിങ്ങൾ കാണുക? ഒരുപക്ഷെ മഹേഷ് ചന്ദ്ര ശർമ്മയ്ക്ക് പകരം അവിടെ മറ്റൊരു സമുദായത്തിന്റെ പേരിലുള്ള ഒരു ജഡ്ജിയാണ് ഇത്തരത്തിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് ആ ഭക്തിയിലൂന്നി ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ കൊണ്ടാടുമായിരുന്നു? അല്ല, അത് CPM-കാരാണെങ്കിൽ നാട് കടത്തും, ഞങ്ങളാണെങ്കിൽ നാട് കടത്തുകയല്ല. ഞങ്ങൾ ഒരിക്കലും ജഡ്ജിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണ മേനോൻ പറയുന്ന കണക്കുകൾ, രാജ്യത്തിന്റെ കന്നുകാലി സമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, സംസ്ഥാനത്ത് തന്നെ കന്നുകാലികളുടെ സമ്പത്ത് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിനെ നിയന്ത്രിച്ച് കന്നുകാലി സമ്പത്ത് വർദ്ധിപ്പിക്കാനാകുക. എന്തുണ്ട് മറുപടി? കാലി നമ്മുടെ നാട്ടിൽ വളർത്തുന്നവരാരാ? അതൊരു 10% ഉള്ളൂ സമ്പന്ന വർഗത്തിൻ്റെ കയ്യിൽ. ബാക്കി മുഴുവൻ സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു ഉപതൊഴിലായിട്ടാണ് നടത്തുന്നത്. അതായത് ഒരു വീട്ടിൽ മറ്റു തൊഴിൽ പോകുമ്പോഴും അവൻ്റെ വീട്ടിൽ ഒരു പശുവോ അല്ലെ 2 പശുവോ 3 പശുവോ കാണും. ഞാൻ ഇന്നലെ ഈ വിവരം പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് അയൽ സംസ്ഥാനത്തിൽ നിന്ന് മാടിനെ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഇവിടെ കയ്യിലുള്ള ഭൂമിയുടെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. അതിൻ്റെ തഹസിൽദാരിൽ നിന്ന് മേടിച്ചുകൊണ്ട് കൊടുത്താൽ ഇങ്ങോട്ട് കടത്തിക്കൊണ്ട് വരുള്ളൂ. ഇവിടെ എല്ലാവർക്കും അറിയാം. ഉദാഹരണം, ഞാൻ എപ്പോഴും പോകുന്നത് സേലം എന്ന സ്ഥലത്താണ്. അതിൻ്റെ അടുത്ത് ഈറോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വ്യാഴാഴ്ച ദിവസം ചന്ത. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്നും അവിടുന്ന് പാൽമാട് മാത്രമേ ഉള്ളൂ വ്യാഴാഴ്ച. പാല് ചെനയുള്ള മാടുകൾ, അത് എരുമയുണ്ട്, പശുവുണ്ട്. ഇതിൻ്റെ കച്ചവടം തന്നെ ഏതാണ്ട് ഒരു 5 കോടി രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ട്. ഇവര് ഈ പറഞ്ഞ രീതിയിൽ ഒരു സാധാരണക്കാരൻ ഇവിടുന്ന് എങ്ങനെ മാടിനെ മേടിച്ച് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും? ഇവർക്ക് ആർക്കും എസ്റ്റേറ്റോ ഭൂമിയോ എന്തെങ്കിലും ഉണ്ടാകുമോ കണക്ക് കാണിക്കാൻ? മേടിച്ചുകൊണ്ട് വരുന്നത് കൂട് മാറിയാൽ, അല്ലെങ്കിൽ തൊഴുത്ത് മാറിയെങ്കിൽ, അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന ആൾ മാറിയാൽ ചിലപ്പോൾ തീറ്റിയെടുക്കാതെ വരും, ചിലപ്പോൾ അതും അസ്വസ്ഥതയാവും. അപ്പോൾ ഇതിനെ കൈമാറി, ഇതൊരു കാര്യം ഇൻഡസ്ട്രി ആണല്ലോ. അങ്ങനെ അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഹനിക്കപ്പെട്ടിട്ട്, അത് തന്നെയല്ല ഒരു മാടിനെ നമ്മളിപ്പോൾ ഉപയോഗം കഴിഞ്ഞ് സ്ലോട്ടറിങ്ങിന് കൊടുക്കാനുള്ള ഉദ്ദേശത്തിൽ ആ ഗുണങ്ങൾ ചന്തയിൽ വിൽക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം കൂടെ വേറെ എവിടെയും വിൽക്കുക, വേറെ എവിടെയും ഇത് കൂട്ടി വിൽക്കുന്ന സ്ഥലത്തിന് പേരാണ് ചന്ത. അങ്ങനെയാണ് ഞാൻ ഇതിന്റെ നിർവചനം ഞാനും മനസ്സിലാക്കുന്നത്. അത് വേണ്ട എന്നാണ് ഇപ്പൊ അവര് പറയുന്നത്. അത് പിന്നെ എന്തായി? ഓൺലൈൻ മാർക്കറ്റിംഗ് വർദ്ധിച്ചിട്ടുണ്ട് ഈ കന്നുകാലികളുമായി ബന്ധപ്പെട്ട്. നമ്മളിപ്പോ കാറുകൾ, പഴയ കാറുകളൊക്കെ വിൽക്കാനായി ഒരു പ്രത്യേക ഓൺലൈൻ സംവിധാനം ഉണ്ടല്ലോ. അതിന്റെ പരസ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോൾ അതിന്റെ പേര് പറയുന്നില്ല. അങ്ങനെയുള്ള ഓൺലൈൻ സംവിധാനത്തിൽ ഇപ്പോൾ കന്നുകാലികളുടെ പടം വെച്ചിട്ട് ഈ കന്നുകാലിക്ക് ഇത്ര 1000 രൂപയാണെന്ന് പറഞ്ഞപ്പോൾ വിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാർഗം ആയിരിക്കാം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ശ്രീ രാധാകൃഷ്ണ മേനോനെ പോലുള്ളവർ. എൻ്റെ സാറേ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, തെങ്ങിനും കാവുങ്ങിനും ഒരേ തളായിപ്പിടരുന്ന്. ഇതൊരു ജീവനുള്ള ഒരു സാധനം. അതിൻ്റെ രീതിയും വലുപ്പവും അതിൻ്റെ ബ്രീഡും വർഗവും അടുത്ത് നിന്ന് നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ രീതി അറിയത്തുള്ളൂ. തോലെ തൊട്ട് നോക്കും പാലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഓരോ രീതിയിൽ അത് കറക്കുമ്പോൾ തൊഴിക്കുന്നതാണോ നോക്കേണ്ടി വരും, അടുത്ത് ചെല്ലുമ്പോൾ കുത്തുന്നതാണോ നോക്കണം. ഓൺലൈനിൽ ഇതെങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. ആ ഭാഗങ്ങളൊക്കെ ഡിജിറ്റൽ ഇന്ത്യയാണ് നിങ്ങൾ ഇതിനൊക്കെ മനസ്സിലാക്കിയുള്ള പുതിയ രീതിയിലേക്ക് വരണം. ഞങ്ങൾ എന്ത് രീതികൾ മനസ്സിലാക്കും? ഞങ്ങൾ അതിൻ്റെ ഒരു പുതിയ രീതി ചെയ്തിട്ടുണ്ട്. അതായത് ഈ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ പിടിക്കപ്പെടുന്ന, ഇതിനു മുമ്പും ഗോസംരക്ഷകർ എന്ന് പറഞ്ഞൊരു പിടിക്കപ്പെടുന്ന മാളുകൾ വെളിയിൽ വരാൻ വളരെ അപൂർവമായിട്ടേ വെളിയിൽ വന്നിട്ടുള്ളൂ. അതൊക്കെ എവിടെ പോകുന്നു അന്വേഷിച്ചപ്പോൾ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് പോകുന്നതാണ് ഞങ്ങളുടെ അറിവ്. 22 ലോറിയിൽ 221 പശുവിനെ, അത് ചെനയുള്ളതും കറവയുള്ളതും
പോയ വഴിക്ക് ഒരു സംഘം ആൾക്കാർ, അത് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ ആൾക്കാരാണ്, ചെന്ന് കസ്റ്റഡിയിലെടുത്തു. ആ ഒരൊറ്റ പശുക്കൾ പോലും ഇന്ന് വരെ വെളിയിൽ വന്നിട്ടില്ല, അതിന്റെ ഉടമസ്ഥർക്ക് കിട്ടിയിട്ടില്ല. എല്ലാം 6-7 പേര് കൂടി ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഓരോ ലോറി വാടകയ്ക്ക് എടുത്ത് ഇവിടെ വന്ന് മാടിനെ കൊണ്ടുപോയി. ഇപ്പോഴും ആ സിസ്റ്റം നടക്കുന്നുണ്ട്. അവർ കൊണ്ടുപോയി പോയപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട്, നിയമം നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നമ്മൾ നിയമത്തിന് വേണ്ടിയുള്ളതല്ലോ. ഇതിന്റെ പരാതി ഞാൻ കേന്ദ്രം തൊട്ട് എല്ലാവർക്കും അയച്ചു. ഒരു നടപടി ഉണ്ടല്ലോ ആ പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണിൽ. ഞാൻ അവരെ കണ്ടിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1 ലക്ഷം രൂപയാണ് ഈ തമിഴ്നാട്ടിലുള്ള ഒരു സെന്തിലിന്, ഹിന്ദു മുന്നണിയുടെ പ്രവർത്തകന്, അവിടുത്തെ ഹിന്ദു മക്കൾ കക്ഷി എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരായി നിങ്ങൾ പരാതി കൊടുത്ത് നിങ്ങളുടെ സത്യസന്ധത വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇങ്ങനെ കന്നുകാലികളെ പിടിച്ചോണ്ടുപോയി അർദ്ധരാത്രിയിൽ മറിച്ചു വിൽക്കുന്ന ഈ സംഘടനാ പ്രവർത്തകരെ കുറിച്ച് നിങ്ങൾ അന്വേഷണം നടത്തി നിങ്ങളുടെ ആളുകൾ അല്ലെങ്കിൽ അവർക്കെതിരെ നിങ്ങളുടെ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുമോ? അല്ല, ഇതിനെ സംബന്ധിച്ച് അതാത് സംസ്ഥാനങ്ങളുടെ പരിധിയിൽപ്പെട്ട വിഷയമാണ് ക്രമസമാധാനം. സംസ്ഥാനങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട് പോയിരിക്കുകയായിരുന്നു കാര്യങ്ങൾ. നിങ്ങളൊരു ഉത്തരവ് കൊണ്ടുവന്നതോടുകൂടി ഇവിടുത്തെ ക്രമസമാധാനം പോയി. അതിൽ നിങ്ങളുടെ റോൾ എന്താണ്? നിങ്ങൾക്ക് ഇത് എങ്ങനെ സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കാൻ പറ്റും സംസ്ഥാനങ്ങളെ? അതല്ലോ, അതാണല്ലോ പ്രധാനമന്ത്രി വ്യക്തമാക്കിയല്ലോ. ഇങ്ങനെ ചെയ്യുന്നവരുമായി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഇന്ത്യ ഗവൺമെൻറ്റിനില്ല, BJPക്കില്ല. ആ നിലയ്ക്ക് സംസ്ഥാനം കർശന നടപടി എടുത്താൽ മതി, സംസ്ഥാനം അതിന് പ്രൊട്ടക്ഷൻ കൊടുത്താൽ മതി. അതല്ലേ ചെയ്യേണ്ടത്. അതിനു പകരം അത് ഏതെങ്കിലും ആളുകൾ കാണിക്കുന്ന നരേന്ദ്രമോദിയുടെ മൂക്കിന് കീഴിലാണ് കേരള ഹൗസിൽ കഴിഞ്ഞ ദിവസം ഗോസംരക്ഷണത്തിന്റെ പേരിലുള്ള ഒരു സേന വന്ന് ആക്രമണം നടത്തിയത്. ഇത് മുൻപും അവിടെ സംഭവിച്ചതും നമ്മൾ കണ്ടതാണ്. ഈ കാര്യത്തിൽ നിങ്ങൾ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ മാത്രം മതിയോ? ആരാണ് അവിടെ ഡൽഹിയിൽ കേരള ഹൗസ് ഇരിക്കുന്ന സ്ഥലത്തെ ക്രമസമാധാനം നോക്കേണ്ടത്? അല്ല, അത് കേരള ഹൗസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട റെസിഡന്റ് കമ്മീഷണർ അത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. പോലീസ് അന്വേഷിക്കും, പ്രതികളെ കണ്ടെത്തുമല്ലോ. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ അതേ സംബന്ധിച്ച് ഏതായാലും BJP നേതൃത്വം തീരുമാനിച്ചതനുസരിച്ച് അവിടെ പോയിട്ട് ആരും അക്രമം നടത്തിയിട്ടില്ല. ആ നിലയിലുള്ള സംഭവവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അല്ല, അതിന് ഡോക്ടർ സമ്പത്ത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല, ഒരുപാട് സംഘങ്ങൾ അതിനകത്തുണ്ട്. ഈ സംഘപരിവാർ എന്ന് പറയുന്നതിനകത്ത് അതിൽ ഏതെങ്കിലും ഒരു സംഘടനയാകാം ഇത് ചെയ്യുന്നത്. പലയിടത്തും പല പേരിലാണ്. അപ്പോൾ അവർക്ക് ഊർജം കൊടുക്കുന്ന BJPയേക്കാൾ ശക്തി പ്രാപിച്ച് കേന്ദ്ര സർക്കാരിനെ പോലും വെല്ലുവിളിക്കുന്ന ഈ കൂട്ടരെ ആര് നിലക്ക് നിർത്തും? ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, അത് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള അതാത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിയമം ആര് കയ്യിലെടുത്താലും അവരെ നിലയ്ക്ക് നിർത്താനുള്ള ബാധ്യത നിറവേറ്റാനാവുകയുള്ളൂ. അത് കൺട്രോൾ ചെയ്യേണ്ട ചുമതലപ്പെട്ടവർ കൺട്രോൾ ചെയ്യണം. ഡൽഹിയിൽ ആരാണ് ഇത് നിയന്ത്രിക്കാന്ന് ചോദിച്ചപ്പോൾ അതിനും മറുപടിയില്ല. അതിന്റെ റെസിഡന്റ് കമ്മീഷണർ പരാതി കൊടുത്തു, അന്വേഷിക്കും. അവിടെ കേന്ദ്ര സർക്കാരിനാണ് ഇപ്പോൾ അധികാരമുള്ളത്. എന്തായാലും ഞാൻ തിരിച്ചു വരാം. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്കാണ് കിടക്കേണ്ടത്. ഈ രാഷ്ട്രീയം ഏറ്റവും ആത്യന്തികമായി BJPക്ക് ഗുണം ചെയ്യുമോ എന്നാണ് അവസാനത്തെ നിമിഷങ്ങളിൽ അന്വേഷിക്കുന്നത്. ഡോക്ടർ സമ്പത്ത്, നേരത്തെ അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റ് മുഖ്യമന്ത്രിമാർക്ക് എഴുതിയിട്ടുണ്ട്. അതിന്റെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതാത് സംസ്ഥാനങ്ങളിലെങ്കിലും അവിടെ ചില പ്രതിഷേധങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് അരുണാചൽ മുഖ്യമന്ത്രിയും പെമാ ഖണ്ഡുവും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. കേരള നിയമസഭ 8-ാം തീയതി കൂടുകയാണ്. ഈ കാര്യത്തിൽ ബദൽ നിയമം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കും. ഇപ്പോൾ ഇറക്കിയ ഉത്തരവ് പിൻവലിക്കാൻ പ്രമേയം പാസാക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതുകൊണ്ടൊക്കെ തീരുന്നതാണോ കാര്യങ്ങൾ? രാജ്യവ്യാപകമായി ഒരു വലിയ തൊഴിൽ മേഖലയെ ബാധിക്കുന്ന രീതിയിൽ പ്രശ്നം മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായും നേരിടുക? ഇതൊരു അടയാളമാണ്, ഇതൊരു സിഗ്നലാണ്, ഇതൊരു സിംറ്റമാണ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ വാസ്തവത്തിൽ അധികാരം കൈയാളുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അടുക്കളയിലേക്കും തീന്മേശയിലേക്കും അവരുടെ കറിച്ചട്ടിയിലേക്കും തങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തെയും തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയെയും കുത്തിച്ചെലുത്തുന്നതായിട്ടുള്ള ഒരു സംഭവം മാത്രമാണിത്. ഇനി പലതും വരാനിരിക്കുകയാണ്. നേരത്തെ ചിലത് വന്നു, ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ 50 കൊല്ലത്തിന് മുമ്പ് ഈ കശാപ്പുകാരുടെ തൊഴിൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ എത്തിയ ഒരു കേസുണ്ട്. ഖുറൈശി കേസ് എന്നാണ് ഞങ്ങൾ അതിനെ പറയുക.
അത് ഒരു 50 കൊല്ലക്കാലം ഏറ്റവും കൂടുതൽ മിർസാപൂർ കേസ് വരെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കോടതികൾ ഏതാണ്ട് ഇത്തരം കാര്യത്തിൽ സുപ്രീം കോടതി വിധിയുടെ ആ ഒരു സത്തയിലാണ് നിന്നതെല്ലാം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴുള്ള വിഷയം ഈ ഒരു ഭാഗത്ത് ശരിയാണ്, ഈ തൊഴിൽപരമായ സ്വാതന്ത്ര്യം ശ്രീ സലിം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ ഈ കാര്യത്തിന് ഇവിടെ വാസ്തവത്തിൽ ഈ മാതാവാണെന്നോ അല്ലെങ്കിൽ ഗോവിനോടുള്ള പ്രതിപത്തിയും അതിനോടുള്ള കാരുണ്യവും അതിനെ സംരക്ഷിക്കാനുള്ള വല്ലാത്ത ഒരു ത്വരയുമൊന്നുമല്ല. ത്വര എന്നത് പണം കിട്ടണം എന്നുള്ള ത്വരയാണ്. ഈ ഉത്തരേന്ത്യയിൽ ഹഫ്ത എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും ഹഫ്ത കിട്ടണം, അത്രയേ ഉള്ളൂ. നിങ്ങളിവിടെ ഒരു വീടെടുത്ത് താമസിക്കുന്നുവെങ്കിൽ ഹഫ്ത കിട്ടണം ലോക്കൽ ദാതായ്ക്ക്. നിങ്ങൾക്കിവിടെ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ഹഫ്ത കിട്ടണം ലോക്കൽ ദാതായ്ക്ക്. നിങ്ങൾക്കിവിടെ ഒരു വ്യാപാരം നടത്തണമെങ്കിൽ ലോക്കൽ ദാതായ്ക്ക് ഹഫ്ത കിട്ടണം. അതുപോലെ ഈ സലിമിനെ പോലുള്ള ഇത്തരത്തിൽ പണിയെടുത്ത് ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾ അവർ നിയമപ്രകാരമുള്ളൊരു തൊഴിലാണ് ചെയ്യുന്നത്, അവരിൽ നിന്ന് ഹഫ്ത കിട്ടണം. ഇനി ഇത്തരത്തിൽ ഇവരിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകപ്പെടുന്ന കാലികൾ എവിടെയാണ് എത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ കാലികൾക്ക് ഇനിയും പാടത്തിന് തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ്, ഇങ്ങനെ പല കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് മനുഷ്യനേക്കാൾ മനുഷ്യൻ ആധാർ കാർഡ് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ഞാൻ പാർലമെൻറ്റിലെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ഈ യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷനും ആധാർ കാർഡും ഈ നന്ദൻ നിലകാനിയുടെ ഇത്തരം ഏർപ്പാടും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം ഇതിനെ ഒരുപാട് ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി, ഞങ്ങളോടൊപ്പം നിന്നാണ് BJP അതിനെ ആ വിധത്തിൽ പാർലമെൻറ്റിനകത്ത് എതിർത്തത്. നിങ്ങളിത് മനുഷ്യൻ്റെ സ്വകാര്യതയുടെ ഭംഗമാണ്, ഇത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് അവിടെ ഊരിയിട്ടിട്ട് പോയ അതേ ചെരുപ്പിനകത്ത് തന്നെയാണ് കാല് കയറ്റി വെച്ചിട്ടുള്ളത്. അത് തന്നെയാണ് നടപ്പാക്കുന്നത്. ഇവിടെ വാസ്തവത്തിൽ ഒരു വർഗീയ അജണ്ടയുണ്ട്. ആ വർഗീയ അജണ്ടയുടെ പിന്നിലുള്ള വേറൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് പറയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പോഷകാഹാരക്കുറവുള്ള കുട്ടികൾ ഇന്ത്യയിലാണ്. ആ കുട്ടികൾ ആരുടേതാണ്? ആ കുട്ടികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലും മറ്റു പിന്നോക്ക വിഭാഗങ്ങളിലും പെട്ടവരും ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരും അത്തരത്തിൽ ഭൂമിയിൽ അവകാശം പോലും ഇല്ലാത്ത കോടിക്കണക്കിന് ആളുകളുടെ മക്കളാണ്. ഇവിടെ വാസ്തവത്തിൽ പ്രോട്ടീൻ കൺസംഷൻ ഇന്ത്യയിൽ 40 കൊല്ലമായി കുറയുകയാണെന്ന് ലോക ആരോഗ്യ സംഘടന നിരവധി തവണ ഇന്ത്യ ഗവൺമെൻറ്റിന് മുന്നറിയിപ്പ് നൽകി. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയും ആരോഗ്യവും കൊണ്ടാണ് പന്താടുന്നത് എന്ന് പറയുകയുണ്ടായി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് പാർലമെൻറ്റിൽ പറഞ്ഞ അതേ വാചകം അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ഷെയിം, ഇറ്റ്സ് എ നാഷണൽ ഷെയിം. ലോകത്തിലുള്ള ഈ ഭൂമിയിലുള്ള പകുതിയോളം കുട്ടികൾ അണ്ടർ നറിഷ്ഡ് ആയിട്ടുള്ള അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ആരോഗ്യമില്ലാത്ത പകുതി കുട്ടികൾ നമുക്കാണ്. കലോറി മാത്രമല്ല, വാസ്തവത്തിൽ പ്രോട്ടീൻ വേണം. ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കൺസംഷൻ ലഭിക്കാത്തത് കൊണ്ട് ബുദ്ധിവികാസമില്ല, കലകളുടെ വികാസമില്ല, അനാരോഗ്യം ബാധിക്കുന്ന വിളർച്ച ബാധിച്ചതായിട്ടുള്ള കുട്ടികൾ. ആരുടെ കുട്ടികളെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഈ ചർച്ച കേൾക്കുന്ന എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ആരുടെ കുട്ടികളെ ഉദ്ദേശിച്ചത്. അത് വളരെ കൃത്യമാണ്. അതായത് ഇത് ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥത്തിന്റെ ലഭ്യതയുടെ പ്രശ്നമല്ല, തൊഴിലിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇത് ഈ രാജ്യം ഇത്രയും ദശാബ്ദങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിന്നോക്കാവസ്ഥയുള്ള ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഘട്ടത്തിൽ അവരുടെ ആഹാരത്തെ ബാധിക്കുന്ന, അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന, അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന, അവരുടെ സമ്പദ്സ്ഥിതിയെ ബാധിക്കുന്ന അവരെയും കൂടെ കൂട്ടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞ് അവരെ ചേർത്ത് നിർത്തി വോട്ട് വാങ്ങിയതിന് ശേഷം അവരെ പിന്തള്ളി സവർണ അജണ്ട നടപ്പിലാക്കുന്നതാണ് കാണുന്നത് എന്നതാണ് ഡോക്ടർ സമ്പത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ഇതേ നിരീക്ഷണം പല പിന്നോക്ക വിഭാഗങ്ങളിലെ പ്രവർത്തകരും എഴുത്തുകാരും ഇതിനകം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് തിരിച്ചടിയാകുകയാണോ? ഇത് മനസ്സിലാക്കി നിങ്ങൾ ഈ ഉത്തരവിൽ നിന്ന് പിന്മാറുമോ? ഈ അപകടകരമായ അജണ്ട നിങ്ങൾ പിൻവലിക്കുമോ? ലാല, ഈ നിരീക്ഷണം നടത്തുന്നവർ പരിശോധിക്കേണ്ട ഒരു വസ്തുത, അല്ലെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇരുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ പോവുകയാണ്. ഇവിടുത്തെ വനവാസികൾക്കും പട്ടികജാതിക്കാർക്കും കഴിഞ്ഞ ഒട്ടേറെ ദശാബ്ദങ്ങളായി കൊടുത്ത ആനുകൂല്യങ്ങൾ, ഈ പറഞ്ഞ പ്രോട്ടീൻ അടക്കമുള്ള ആഹാര സാധനങ്ങളും അവർക്കുള്ള മരുന്നും അവരുടെ സംവിധാനങ്ങളും ഒക്കെ എവിടെയെത്തി എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത ഇന്നത്തെ ഗവൺമെൻറ്റിനുമുണ്ട്, ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ്റുകൾക്കുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം സത്യസന്ധമായി ഇന്ന് വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ശ്രീ രാധാകൃഷ്ണൻ ഈ കാര്യം നിങ്ങൾ 2016 പറഞ്ഞുകൊണ്ടാണ് രണ്ട് മുന്നണികളും കേരളത്തിൽ ഒരുപോലെയാണ് ഇവരോട് പെരുമാറിയതെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇത്ര മാത്രം ഒരു അവസ്ഥ ഉണ്ടായത്. നിങ്ങളുടെ കൂടെ നിന്ന ആളുകൾ പലരും പിന്നീട് പുനർവിചിന്തനം നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഇന്ന് അവരെല്ലാം ചേർത്ത് നിങ്ങളുടെ ദേശീയ അധ്യക്ഷൻ കൊച്ചിയിൽ യോഗം ചേരുകയും ചെയ്തു. അതിനുശേഷമാണ് അങ്ങ് ഈ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. അതിന് അമിത്ഷാ പോലും പറഞ്ഞത് ബീഫ് നിരോധിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്നാണ് കേരളത്തിൽ വന്ന് പറഞ്ഞത്. എന്നാൽ ബീഫ് ഫെസ്റ്റ് നിങ്ങൾ ഡൽഹിയിൽ നടത്തുന്നത് കാണട്ടെ എന്ന് BJPയുടെ നിങ്ങളുടെ ഇവിടുത്തെ നേതാക്കൾ CPM-നെ
വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊന്നും പൊരുത്തമില്ലാത്ത കാര്യങ്ങളാണ്. ഇവിടെ പറഞ്ഞ കണക്കുകളുണ്ട്. MA സലീമിനെ പോലെയുള്ള കച്ചവടക്കാരുണ്ട്. സണ്ണി എം കബിക്കാടിനെ പോലെ ഈ ചർച്ചയിൽ മുൻപ് പങ്കെടുത്ത ദളിത് പ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും പ്രതിഷേധങ്ങളുണ്ട്, അവരുടെ അവസ്ഥകളുണ്ട്. ഈ സൂരജിനെ പോലെ മദ്രാസ് IIT-യിൽ കണ്ണുപൊട്ടി കിടക്കുന്നവരുടെ പ്രതിരോധങ്ങളുണ്ട്, രോദനങ്ങളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും മാത്രമാണ് ഉപജീവന മാർഗത്തിൽ ഇപ്പോൾ ഒരു വിഘാതം വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ മാട്ടിറച്ചി കയറ്റുമതിക്കാർ, ഇന്ത്യയിലെ മാട്ടിറച്ചി അല്ല, ശ്രീ രാധാകൃഷ്ണൻ ചേട്ടന് നന്നായിട്ട് അറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മാട്ടിറച്ചി കച്ചവടക്കാരാരാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മാട്ടിറച്ചി കയറ്റുമതിക്കാർ, എക്സ്പോർട്ടേഴ്സ് ആരാ? എത്ര കോടി രൂപയുടെ അവരുടെ റവന്യൂ ഓരോ വർഷവും എത്ര കോടി രൂപ വെച്ചാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം? സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കിയുള്ള ഒരു പിന്മാറ്റം ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തേണ്ടതല്ലേ? അതിന് നിങ്ങൾ ആവശ്യപ്പെടുമോ? അല്ല, ലാലിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇന്ത്യയിൽ ഈ ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ നിയമമല്ല, കേരളത്തിലെ നിയമം ഇന്ത്യ മഹാരാജ്യം മുഴുവൻ നടപ്പാക്കണമെന്നാണ് ഇപ്പോൾ ലാല് പറഞ്ഞുകൊണ്ട് വന്നത്. അത് പ്രായോഗികമല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കന്നുകാലി വിഷയം അടക്കമുള്ളത് പലതും ഫെഡറൽ വിഷയമാക്കി, ഫെഡറൽ ഭരണത്തിന് കീഴിലെ സംസ്ഥാന വിഷയമാക്കി മാറ്റിയത്. അത് പ്രായോഗികമല്ല എന്ന് പറയുന്നത് നിങ്ങളല്ല, അതിനെ എതിർക്കുന്നവരാണ്. നിങ്ങൾ പറയുന്നത് ഒറ്റ നിയമം, ഏകീകൃത നിയമം, ഗോസംരക്ഷണത്തിന് ഏകീകൃത നിയമം എന്നാണ്. അല്ല, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടപ്പായിട്ടുള്ള നിയമത്തെക്കുറിച്ചും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഈ ഓരോ സംസ്ഥാനത്തും ആ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായി ഈ കാര്യത്തിൽ നിയമമുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഇന്നുണ്ട്. പിന്നെ പൊതുവായിട്ട് ഇതേ സംബന്ധിച്ചിട്ട് ആ പശുവിനെ ഗോമാതാവായി ആരാധിക്കുന്നവർക്ക്, അംഗീകരിക്കുന്നവർക്ക്, അവർക്ക് പശുവിനെ പൂജിക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കാൻ അവർ പൈസ കൊടുത്ത് വാങ്ങുന്ന പശുവിനെ അവർ അവരുടെ വീട്ടിൽ വെച്ച് പൂജിച്ചാൽ പോരെ? മറ്റവർ പൈസ കൊടുത്ത് വാങ്ങുന്ന പശുവിനെ കൂടി ഇവർ പൂജിക്കുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, ആ പ്രശ്നം അവിടെ കിടക്കുന്നു ഇപ്പോഴും. ഏറ്റവും അവസാനം ഒരു 10 സെക്കൻഡ് ശ്രീ MA സലീമിനോട് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഈ ചർച്ച കഴിഞ്ഞ് അദ്ദേഹം സേലത്തേക്ക് പോവുകയാണ്. ആശങ്ക മാറിയാണോ സേലത്തേക്ക് ശ്രീ MA സലീം പോകുന്നത്? ഒറ്റ വാക്കിൽ. തീർച്ചയായിട്ടും അല്ല, ഭയന്നോട് തന്നെയാണ് പോകുന്നത്. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിട്ട് വേറെ തൊഴിൽ ചെയ്യാൻ അറിയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. പോകാല്ല, വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് പോകും. ശരിക്കും ഭയമുണ്ട്. ഒരു സർക്കാരിനെ ഭയപ്പെടുത്തുന്നില്ല, ആരും കുറ്റം പറയുന്നില്ല. വയറിന്റെ വലിപ്പം കൊണ്ട് പറയാണ്. പക്ഷേ ഭയപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങളൊന്നും പറയാൻ. അതിർത്തിയിൽ ആരെങ്കിലും 1 ലക്ഷം രൂപ ചോദിച്ചാൽ അല്ലെങ്കിൽ തടയാൻ ശ്രമിച്ചാൽ അത് രാധാകൃഷ്ണ മേനോന്റെ പാർട്ടി അല്ല എന്നാണ് അദ്ദേഹം പറയുക. അത് നിങ്ങൾ വിശ്വസിക്കൂ തൽക്കാലം ശ്രീ MA സലീം. എന്തായാലും നിങ്ങളുടെ അനുഭവം തന്നെ അടുത്ത കഥകൾ പറയട്ടെ. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ സമ്പത്ത്, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ MA സലീം. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.